ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാനും മനു ഇവിടെ ഉണ്ട്. മനുവും വാവയും കൂടെ ആയിട്ട് ഒരു ചെറിയ ടിപ്പിൽ വന്നേക്കുവാണ്. കുറേ നാളായി വീഡിയോ എടുത്തെന്ന് അറിയാം. കാരണം ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി. വഴിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ചൊക്കെ പ്ലാനൊക്കെ ഫ്ലോപ്പായി, കുറച്ച് കാശ് നഷ്ടമൊക്കെ വന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങളും പിന്നെ കുറേ വർക്കൊക്കെ ഉള്ള കാരണം കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ലൊരു ഗ്യാപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരു പുതിയൊരു ട്രിപ്പിന് വന്നേക്കുവാണ്. എനിക്ക് ബാംഗ്ലൂർക്ക് പോകേണ്ട ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ കമ്പനി ഈ ടേക്ക് ഓവർ ചെയ്ത് അതായത് ഹർമനിലായിരുന്നു. വിപ്രോക്കാർ ഞങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ വാങ്ങിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യത്തിന് ബാംഗ്ലൂർക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാൻ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ലീവൊക്കെ എടുത്തേക്കുക. അപ്പോൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് ഞാനും വാവേ മനും കൂടെ ഇട്ട് ഊട്ടിയിലൊരു ട്രിപ്പ് വന്നേക്കുക. അവിടെ ഞങ്ങൾ റെഡ് ഹൗസ് എന്ന് പറഞ്ഞൊരു വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഇതാണ് കേട്ടോ, ശരിക്കും ഒരു മിഡീവൽ ടൈപ്പ്. നല്ല രസമുണ്ട്, മിഡീവൽ ടൈപ്പ് കേട്ടോ. നല്ല ഇതായിട്ട് തന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി കൊള്ളാം. തൊട്ടടുത്ത് തന്നെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അത് കാരണം അവിടെ എവിടെ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് കൊള്ളാം. ശരിക്കും ഒരു മിഡീവൽ ടൈമിലുള്ള ഉള്ളിൽ അങ്ങനെ സെറ്റ് ചെയ്തേക്കണേ. കൊള്ളാല്ലേ. ടയർഡായിപ്പോയി. രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ 11 മണിയായി. 11 കഴിഞ്ഞ്. കൊള്ളാല്ലേ. ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല രസമായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും മെഡീവൽ ടൈപ്പാണ്. അപ്പോൾ ഞങ്ങൾ പോകാണ്ട് റെഡി ആവുക കേട്ടോ. കുറച്ച് നേരം എത്തിയിട്ട് ഇന്നലെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തില്ലെങ്കിലേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് വേറൊരു കാര്യം പറയാനുള്ളൂ ഗൈസ്. ഞാൻ പണ്ടത്തെ പോലെ വർക്കൗട്ടൊക്കെ തുടങ്ങി. എനിക്ക് പണ്ടൊക്കെ സിക്സ് പാക്ക് ഉണ്ടായിരുന്നു വെച്ചപ്പോൾ സിക്സ് പാക്ക് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ വർക്കൗട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിലെ മസിലൊക്കെ തിരിച്ചു വന്ന് തുടങ്ങി കേട്ടോ. ഇനി സിക്സ് പാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റായി. പെട്ടെന്ന് വണ്ണം വെച്ചിട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച്. ഞാനിപ്പോൾ 76 കിലോ ആയി. 60 കിലോ കണ്ടത് ഇതൊക്കെ ഉണ്ടോ. അത് അടിപൊളി ബോഡി ചെയ്തിട്ട് കുറച്ച് കൊടവയറ് ചാടി ഇരിപ്പുണ്ട് കണ്ട. അതൊന്ന് ശരിയാക്കി എടുക്കണം. അത് മാത്രമേ ഉള്ളൂ. എത്ര വർഷങ്ങളായി ഞാൻ നിർത്തിയിട്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത് തുടങ്ങി. ഒന്നുമില്ല, സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഹോംലി ഫുഡ്, കുറേ ഷുഗറും എല്ലാം കൂടെ കഴിക്കുന്നുണ്ട്. ഡയറ്റ് ഒന്നും നോക്കണില്ല. പിന്നെ പണ്ട് മസിൽ മെമ്മറി എന്ന് പറയുമല്ല, കുറേ വർഷങ്ങളായിട്ട് ചെയ്യണതിൻ്റെ മെമ്മറി കാരണം കൊണ്ട് തിരിച്ച് ഗെയിൻ ആവണമല്ല. പിന്നെ ഞാൻ കുറേ എന്താ പറയുക അഡീഷണൽ വെയിറ്റ് കിട്ടും. ഒരു 15 കിലോളം കിട്ടും. അപ്പം അതൊക്കെ ഗെയിം കളിച്ച് ഭയങ്കര അംഗൻവാടി കുട്ടനാണ്. എന്തൊക്കെ കുർത്തക്കടി ഇവൻ കാണിക്കണമെന്ന് അറിയാമോ? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേടാ. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് വന്ന് നോക്കാം. കയറിക്കോ. അത് ഞാൻ കയറാം, എന്നിട്ട് നീ കയറി. അപ്പോൾ ഞങ്ങൾ ക്യൂ ഒന്നും നിന്നില്ല കേട്ടാ. കുറച്ച് ഇമ്മിണി കൊടുത്ത് ഞങ്ങൾ കയറി. പുള്ളിക്കാരന് അതെ ക്യൂ നിൽക്കാൻ വയ്യ. ഓൾറെഡി നമ്മൾ കുറേ ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ടാണ് തന്നെ. അപ്പോൾ എല്ലായിടത്തും ക്യൂ നിന്ന് വെക്കണമെന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ കാശ് കൊടുത്ത് ഒപ്പിച്ച് ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ നിന്നേ നിന്നോ. പേടിയാടാ. അത് 1/2 മണിക്കൂർ നമ്മളിട്ട് കറക്കും. അതിനെന്താ, നമ്മൾ എൻജോയ് ചെയ്യാലോ. ഹായ് ഇതൊക്കെ ഇട്ട് കറക്കി. കുറേ പേരുണ്ട് കേട്ടാ. ഈ ചേട്ടനാട്ടാ നമ്മളെ സഹായിച്ചു. കാലുവേനെടുക്കും. അതായിരിക്കും ഓൾറെഡി ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ടാ വന്നത്. എറണാകുളം, കേരളം. അങ്ങേറ്റൊരു സ്റ്റീം എഞ്ചിൻ ടോയ് ട്രെയിൻ പോകണമെന്നൊക്കെ ഞങ്ങൾക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് 5 മണിക്കൂർ എങ്ങാണ്ട് റൈഡ് ഉണ്ടോ. 5 മണിക്കൂർ എങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്നാ പറയണേ. അങ്ങോട്ട് പോയല്ലേ. ഇങ്ങോട്ട് നല്ലോണം എൻജോയ് ചെയ്തല്ലേ അല്ലേടാ മുത്തേ. മനു നല്ലോണം എൻജോയ് ചെയ്യുക. ഉള്ളക്കണ്ട എല്ലാ കാഴ്ച കഴിക്കുന്നുണ്ട്.
ഞങ്ങളിവിടെ ഏകദേശം 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തേട്ടാ. ഓടിച്ചാടി നടക്കാൻ വയ്യ, റിലാക്സ് ചെയ്ത് കാണാൻ എത്ര സ്ഥലം കണ്ടേച്ചാൽ മതി. ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ള, പിന്നെ റിലാക്സ് ചെയ്ത് കാണുമ്പോഴേക്ക് സമാധാനം. ഫോട്ടോ എടുക്കണോ? ഫോട്ടോ എടുക്കാം. ആ കളിക്കാൻ പോയാ? അതുകൊണ്ട് എൻജോയ് ചെയ്താ ട്രെയിനിലൊക്കെ കയറി. അത് സാറില്ല, നല്ല ട്രെയിൻ തന്നെയാ. ഏതെങ്കിലും ഉള്ളതിൽ കയറാം ഇപ്പം. ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വന്നേക്കും അല്ലേ? എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ വന്ന് ഇവിടെ തന്നെ വരുമെന്ന് തോന്നുന്നു. നീക്ക് മനുവിന്റെ ഫ്രണ്ടാട്ടോ, ഫ്രാൻസിൽ ഒരുമിച്ച് പഠിച്ചു വരാണ്ട് കൊണ്ടായിട്ട് 7 വർഷങ്ങൾക്ക് ശേഷം കാണുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കും. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ. ഇവർ ഡൽഹിക്കാരാട്ടോ. വാട്ട് എ കോയിൻസിഡൻസ്. മിനി ട്രെയിൻ അല്ലേ? മിനി ട്രെയിൻ. അതെ, കാട്ടിക്കൂടെന്ന് പറയാൻ പറ്റില്ലേ. ഇതെന്ത് കാണാനായത്? അത് കൂട്ടാ വിൻഡോ തുറക്കാൻ പറ്റണില്ലേ? അതുകൂടെ കാട്ടി കൂടെ തോന്നാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് റൈഡുള്ളൂ കേട്ടോ, ഈ ചെറിയ ട്രെയിൻ. അതല്ല ഇവിടെ പറഞ്ഞ നല്ല രസമാണ്. ഇപ്പഴത്തെ ആ കുതിരയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇതേ നോക്കിയേ, അതുകൂടെ നോക്കട്ടെ. അതുകൂടെ പേടിച്ചു പോയല്ല കുതിരയ്ക്ക്. ഇങ്ങോട്ടും എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ കുറേ ഹാങ് ഔട്ട് സ്പോട്ട്, പിക്നിക് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വെറുതെ മറ്റേ ഷൂട്ടിംഗ് പോയിന്റിലോട്ട് പോകണ വഴിക്കാട്ടാ. അപ്പോൾ നോക്കിക്കേ എന്തോരം സാധനങ്ങളാണ് നിൽക്കണമെന്ന് നോക്കി. എന്തോരം കുതിരകൾ, ഫുള്ള് കുതിരകൾ. അങ്ങേയറ്റത്തൊക്കെ കുതിരയാ. വെറുതെ എങ്ങോട്ട് നോക്കിയാലും കുറേ നല്ല ഹാങ് ഔട്ട് സ്പോട്ടുകളാട്ടാ. വാവ ഇറങ്ങിയില്ലെങ്കിൽ മനു ഇറങ്ങിയാന്. ആദ്യക്കൂട്ടം മറ്റേ കുതിരയിൽ കയറിയിട്ട് ഒരു കരച്ചിൽ തുടങ്ങി. പാവം പേടിച്ചു പോയി. ഡാര ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളല്ല എടുത്ത് കയറ്റിയത്, വേറൊരു പുള്ളിക്കാരനെ എടുത്ത് കയറ്റി. അതിൻ്റെതായ ഒരു പ്രശ്നം അവനുള്ളത്. ഒരു വല്ലാത്ത കയറ്റായി പോയിട്ടാ. അത് വാവൻ്റെ കയ്യിലാണ്, അവൻ ഉറങ്ങി കിടക്കുക. അങ്ങേറ്റത്തുനിന്ന് ഇനി മേലോട്ട് കയറണം. ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് പോയിന്റ്. അയ്യപ്പ. അപ്പോൾ ഞങ്ങളിവിടെ ഷൂട്ടിംഗ് പോയിന്റിൽ ഫൈനലി കയറി ഭയങ്കര ഒരു കയറ്റായിരുന്നു. ഭയങ്കര വലിയ ട്രക്കിംഗ് ആയിരുന്നല്ലേ. ഡാഡ അവിടെ ഇരുന്ന് തീർന്നൊന്നും പറഞ്ഞിട്ടായിരിക്കണം അത്. ബിക്കോസ് ഡാഡ കൊച്ചിനെയും കൂടെ എടുത്തോണ്ടാണ് വന്നത്. അത് കൂട്ടൻ എൻ്റെ കയ്യിലോട്ട് വന്നില്ല, അവൻ ഡാഡ മതി. ഇവിടുത്തെ വ്യൂ നല്ല സൂപ്പറാണ് കേട്ടോ. അയ്യോ, ഇതേ നോക്കിക്കേ, നമ്മളൊക്കെ നോക്കി നല്ല ഭംഗി. നമ്മൾ ഈ പണ്ടൊക്കെ പെയിന്റ് വരക്കൂലേ, അതുപോലെ ഇരിക്കണുണ്ട്. ഇല്ലടാ, ഒന്നും എടുത്തിട്ടില്ല. ഒന്നും എടുത്തിട്ടില്ല. നല്ല കാറ്റൊക്കെ വന്നിട്ട് കേട്ടോ. തണുക്കണില്ല, പക്ഷെ അവരും തണുക്കണുണ്ടാവും. അത് കൂട്ടാ, നമുക്ക് ബബിൾസ് കളിക്കാം മുത്തുമണി. എന്നാ എണീക്ക് വാ, എണീറ്റ് വാ. ഇങ്ങോട്ടൊക്കെ കണ്ടോട്ടെ, വലിയൊരു കയറ്റമുണ്ട്, അത് കയറാൻ വയ്യ. അടിപൊളി വ്യൂ. എന്നാ സ്ക്രീനാന്നൊക്കെ. നീ അവിടെ നിന്നേ മുന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ. നല്ലോണം പോകണ്ടല്ലേ. അപ്പം അങ്ങനെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ റൂമിലെത്തി കേട്ടാ. ഒരു 7:30 ആയില്ലേടി എത്തിയപ്പോൾ. 7:30 മേലെ കഴുകി ഒന്ന് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷേ വേർക്കില്ല.
നാട്ടിൽ ഭയങ്കര വേർപ്പായി. ഞാൻ ഇവിടെയും ബാംഗ്ലൂരൊന്നും വേർക്കാറില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേർപ്പാണ്. പിന്നെ അവിടെ 35+ ഹ്യൂമിഡിറ്റിയാണ്. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് കുറച്ച് രാത്രി ബോൺഫയർ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നാളെ ഈ റൂം വെക്കേറ്റ് ചെയ്യണം. പിന്നെ വേറൊരു റൂമാണ്. കാരണം ഊട്ടിയിൽ വരുമ്പോഴേക്കും നമുക്ക് ഒരു റൂം ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2-3 ദിവസത്തേക്കൊന്നും അടുപ്പിച്ച് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാസ് വേണം. ബുക്കിങ്ങിൻ്റെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഇത് സബ്മിറ്റ് ചെയ്യണം, എന്നാലേ പാസ് കിട്ടുള്ളൂ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി ബോൺഫയർ അതൊക്കെ കാണണം. കുറച്ച് ജലദോഷം വന്ന് ആദ്യക്കുട്ടൻ നോക്കി. ആദ്യക്കുട്ടന് ലാപ്ടോപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ് കാണാനായിട്ട്. പാവം കുറേ കഷ്ടപ്പെട്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ ഹോട്ടലിൽ ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ കുറവായിരുന്നു. പിന്നെ ഉള്ള സ്ഥലത്ത് കയറി കഴിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ പിടിച്ചില്ല. ഉച്ചക്കൊന്നും കഴിച്ചില്ല. ബ്രഞ്ചായിട്ട് കഴിച്ച്. പിന്നെ രാത്രി ഒരു 7 മണിക്ക് ഒരു ഫ്രൈഡ് റൈസ് പാതി കഴിച്ച്. അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, കുഴപ്പമില്ല കേട്ടോ. റിലാക്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ അന്നേരം 2-3 സ്ഥലത്തേ പോയുള്ളൂ. പക്ഷെ നല്ലോണം ഹൈക്കൊക്കെ ചെയ്യേണ്ടി വന്നു. നല്ല ട്രക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് വാവ എൻ്റെ അടുത്തൊന്നും മാറണ്ടായിരുന്നില്ല എന്ന്. ഭയങ്കര കളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബോൺഫയറിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ പക്ഷേ എനിക്ക് വയ്യ, ടയേർഡാണ്. പിന്നെ രാത്രിയല്ലേ, നൈറ്റ് ആകുമ്പോഴേക്കും ലൈറ്റും ഉണ്ടാവില്ല, പിന്നെ ടയേർഡുമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.